ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ലട്ടെ. ഞാനും കൂടെ ഒന്ന് ടാറ്റ ഹാരിയർ കിട്ടിയില്ല, അതുകൊണ്ട് ടാറ്റ പഞ്ചിൽ ഈ ബാക്ക് ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് ഇങ്ങോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. മാറ്റിയിട്ട് ടാർപ്പാളം കൂടെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് ഈ ഒരു സ്പേസിലാണ് നിങ്ങളത് ഈ കാണുന്ന അറിയാമോ. ഒരു മിനിറ്റ്, ഞാൻ ഈ സീറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് തരാം. കണ്ടില്ലേ, ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഫുൾ ലിമിറ്റ് ചെയ്ത് ഇറക്കത്തില്ല, ഒരു വിധം വെള്ളം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു. അതും ഒരു നമ്മുടെ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ചെയ്യുന്നു. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതായത് ആർക്കും നമ്മൾ കാരണം വേറെ ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ രീതി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഇല്ല. അതും പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണെങ്കിൽ ചെയ്യണതിന് ഒരു കുഴപ്പമില്ല കേസ്. പക്ഷേ പബ്ലിക് റോഡിലൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും. പക്ഷേ വേറൊരു കേസുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലരീതിയും കഷ്ടപ്പെട്ടൊക്കെയാണ് ആഗ്രഹിച്ചൊക്കെയാണ് ഒരു ബൈക്കും ഒരു കാറൊക്കെ എടുക്കുന്നത്. അത് എടുക്കുമ്പോൾ തന്നെ ഓരോന്നിനും പല വിലയായിരിക്കും. നമ്മൾ ചിലപ്പം ചില സാഹചര്യങ്ങളിൽ ചിലവർക്കൊക്കെ ലൈഫിൽ ഒരു തവണയൊക്കെ അതൊക്കെ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ വീട്, കാറ്, അതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ ആശിച്ച് മോഹിച്ച്, ഞാനും ഇതുപോലെ ഈ ടാറ്റ പഞ്ച് ആശിച്ച് മോഹിച്ച് എടുത്തൊരു സാധനമാണ് കേട്ടോ. അപ്പം അതിനകത്ത് ഇങ്ങനെ ചെയ്ത് വളരെ ഇതായിട്ട് ചെയ്ത് വേണമെങ്കിൽ വീഡിയോ ഇടാം, കുഴപ്പമില്ല. ഫോണിപ്പോൾ എടുക്കുമ്പോൾ ഫുള്ള് ഈ ന്യൂസ് തന്നെ. അത് ചെയ്തു, ഇനിയിപ്പോൾ 1 വർഷത്തേക്ക് ലൈസൻസ് ബാൻ ചെയ്യാൻ പോകുന്നു, വണ്ടിയുടെ RC രജിസ്ട്രേഷൻ റദ്ദാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, ഇനി മുമ്പ് ഇദ്ദേഹം ഈ പ്രമുഖ യൂട്യൂബർ ഈ ടാറ്റ ഹാരിയർ വണ്ടി എടുത്ത സമയത്ത് അവിടെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ഗംഭീര പ്രശ്നമായിരുന്നു. പിന്നെ അതിൻ്റെ ബേസിനകത്ത് എത്ര വീഡിയോകൾ, പിന്നെ അതുപോലെ കുറേ കുഞ്ഞും വലുതായിട്ടുള്ള കുറേ യൂട്യൂബർമാർ അതിനെ സപ്പോർട്ട് ചെയ്തും നെഗറ്റീവ് ചെയ്തിട്ടും പറഞ്ഞ് വീഡിയോ ഇട്ട് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഒരു കാലത്ത് അത്രത്തോളം ചെയ്തിട്ട് ആ വണ്ടി തന്നെ ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്നാൽ അപ്പോഴും പിന്നെ അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഉണ്ടായിരുന്നാൽ പോരായിരുന്നു. പിന്നെ കണ്ടന്റ് ചെയ്തു, പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ചെയ്താൽ മതിയായിരുന്നു. ഞാൻ അതിൻ്റെ അടുത്ത് ഒരു ചെയ്യാതിരിക്കാം, അത് ഓരോരുത്തരെയും ഡിസിഷനാണ് കേട്ടോ. പക്ഷെ അത് മറ്റുള്ളവർക്ക്, പബ്ലിക്കിന് അരോചകമായിട്ടുള്ള രീതിയിൽ, അവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോ അതിനെതിരെ കറക്റ്റായിട്ട് നല്ല രീതിക്ക് പ്രതികരിക്കും, നല്ല രീതിക്ക് അവർക്ക് കിട്ടേണ്ട പണിഷ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. ആദ്യമേ മിണ്ടാതിരുന്നെങ്കിൽ എത്ര 1 വീക്ക് പരിപാലനോ ചെറിയ ഒരു നിയമ നടപടിയിൽ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതത്രയും ചെയ്തതിന് ശേഷം പിന്നീട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വന്നതാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് പോയത് കേട്ടോ സംഭവം. ഇഷ്ടപ്പെടും. പിന്നെ ഇത്രയും പ്രതീക്ഷിക്കാത്ത റീച്ച് അത് ഇത് എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് ഏറ്റവും അവസാനം ഒരു വട മാത്രമേ ആദ്യം കിട്ടിയുള്ളൂ. ഇപ്പം അത് 2-3 വടകളായിട്ട് നല്ല രീതിക്ക് കിട്ടി. ഇപ്പം മൊത്തത്തിൽ അടിച്ചു കയറി വന്നു കേട്ടോ. അപ്പം അതാണല്ലോ, അടിച്ചു കയറി വാ, വിചാരിച്ചതിനെക്കാട്ടി മൊത്തത്തിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും കൂടെ അടിച്ചു കയറി വന്നു. ഇപ്പോൾ ഹൈക്കോടതി വരെ ഇതിനകത്ത് വന്നു കേസ്. അപ്പോഴും തികഞ്ഞല്ല, ഇനി അടങ്ങിയല്ല, ഇപ്പം തീർന്നല്ല. എന്തായിരിക്കും ഓരോരോ മനുഷ്യരോരോ കാര്യങ്ങൾ ചെയ്യണതേ, എന്ത് പറയാനാണല്ലേ കേസ്. വേറെ വീഡിയോ ഉണ്ടോ, നമ്മുടെ വിദേശത്താണ് ലംബോർഗിനി ആ കാറിനെ പൊളിക്കണമുണ്ട്. മോളിൽ നിന്ന് ഒരു ക്രെയിൻ ഉപയോഗിച്ചിട്ട് വലിയൊരു വെയിറ്റ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് എടുത്തിടും. അത് ഒരു പുതിയതായിട്ട് അവർ ഇറക്കിയൊരു ജ്യൂസിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടായിരുന്നു അത് പൊട്ടിച്ചത്. ഒരു കുഴപ്പമില്ല, അത് കാരണം അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. വേറെ ആർക്കും അതുമൂലം ഒരു അപകടമോ ഒന്നും വരാത്ത രീതിയിൽ അത്രയും സെറ്റായിട്ടാണ് അത് ചെയ്തത്. അതുകൊണ്ട് ചെയ്യണോണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ രീതിയിൽ ഇതുപോലെ എക്സ്പെരിമെൻറ്റോ ഇതുപോലെ വെറൈറ്റി കണ്ടൻറ്റോ, അതായത് ഇപ്പം ഡെയിലി വ്ളോഗേഴ്സിനൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ചിലപ്പം കണ്ടൻറ്റൊക്കെ ക്ഷാമം വരും. അപ്പോൾ അതുപോലെ കുറച്ചും കൂടെ അവർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞിട്ട് പബ്ലിക് റോഡിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അടപടലം മൊത്തത്തോടെ നല്ല രീതിക്ക് തികച്ച് കിട്ടും. ഇപ്പോൾ നേരത്തെ ഇത്രയും കിട്ടിയുള്ളൂ, ഈ ഒരു ലെവലിലാണ് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം മൊത്തത്തിൽ എല്ലാവരും കൂടെ ഇടപെട്ടപ്പോൾ തികഞ്ഞ് ഇപ്പോൾ ഈ ലെവലിന് കിട്ടിയിട്ടുണ്ട്. വല്ലാത്ത കഷ്ടം തന്നെ. ഇഷ്യൂ നടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ TTS വാസൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു യൂട്യൂബറാണ് കേട്ടോ. ആരെ ഇപ്പം ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് കാർ ഓട്ടിച്ച സമയത്ത് ഫോൺ ചെയ്യുന്നു. എൻ്റെ ദൈവമേ, നിങ്ങൾ അത് നിയമലംഘനമാണ്. പക്ഷെ കാണിക്കണ ഒരു രക്ഷയില്ല കേട്ടോ. റിമാൻഡ് വരെയൊക്കെ പോയടേ. ആ ഒരു ലെവലിൽ കേസ് വരാത്ത കേസുകളില്ല. ചില സമയങ്ങളിൽ
നമ്മളെ ലോ ഉണ്ടല്ലോ നല്ല രീതിക്ക് പോകും. ചില സമയത്തിൽ ഒരു ഓവറായിട്ട് ഇൻവോൾവ് ആവുന്ന പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഈ സഞ്ജു ആ ഒരു കേസിനകത്ത് നല്ലതായിട്ടാണ് തോന്നുന്നത്. മിണ്ടാതിരുന്നെങ്കിൽ ഒരു ഇഷ്യൂ വരത്തില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ആ TTS വാസിൻ്റെ ഒന്ന് നോക്കി നോക്കണേ. അതിന് ആൾറെഡി ഇപ്പോഴെത്ര ബൈക്ക് ലൈസൻസിൻ്റെ 10 വർഷം എന്തോ ബാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കാറിൻ്റെ ഒരു കേസ് ഇപ്പം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ അതിനകത്ത് എനിക്ക് ചില സമയങ്ങളിൽ ചിലവരുടെ അടുത്തൊക്കെ എന്താ പറയുക, ലോ നല്ല രീതിയിലും പെരുമാറും. ചില സമയത്ത് മനുഷ്യരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കാമോ അമ്മാതിരി രീതിക്കൊക്കെ ബുദ്ധിമുട്ടിക്കും. പിന്നെ വേറൊരു കേസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ നിയമ നടപടി ചിലതിനൊക്കെ ഇപ്പോൾ ഗംഭീരമാണ്. നമ്മളിപ്പം പിടിച്ചുപറിക്കാന്മാർ പോണേക്കാട്ടി നല്ലത് ഹെൽമെറ്റ് വയ്ക്കാതെ പോകണമെങ്കിൽ എൻ്റെ ദൈവമേ അടിച്ചിടിച്ച് ഓടിച്ചൊക്കെ ഇടും. പക്ഷേ ഈ പാർട്ടി ഇലക്ഷൻ സംബന്ധിച്ച് റാലിയൊക്കെ സമയത്തെ എത്ര പേരുടെ ഹെൽമെറ്റ് ഇല്ലാതെ, അതും രണ്ടുപേരും ഫ്രണ്ടിലും ഹെൽമെറ്റ് ഇല്ല ബാക്കിലും ഹെൽമെറ്റ് ഇല്ല, എന്നിട്ട് എത്ര ആയിരക്കണക്കിന് ആൾക്കാരാണ്, 1000 500 എനിക്ക് അറിഞ്ഞൂടെ എത്ര ആ റാലിയിൽ പോകണമെന്ന്, അത്രയും പേര് ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ പോകുന്നു. അപ്പോൾ നമ്മുടെ ഈ നിയമം എന്താണ്, ഇപ്പോൾ ഈ AI ക്യാമറയും ബാക്കിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഫൈൻ കൊടുക്കുന്നുണ്ടോ? അത് അന്നത്തെ ദിവസം അതൊക്കെ ഉറക്കത്തിലാണ്. എനിക്ക് ആ ഒരു ഒറ്റ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ആ ഒരു കാര്യത്തിൽ ആർക്കെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും വേറെ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോട്ട് ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് മെസ്സേജ് എങ്കിലും ഒന്ന് ചെയ്തു തരാമോ? അതെന്താണ് അതങ്ങനെ വരുന്നത്? ചില സമയങ്ങളിലൊക്കെ എന്താ പറയുക, പലർ അവസരത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു സംഭവമാണ് നമ്മുടെ ഈ നാട്ടിലെ നിയമവ്യവസ്ഥ. ഞാൻ ഇത് ഇപ്പോഴത്തെ കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെട്ടല്ല, ഞാൻ അല്ലാതെ ജസ്റ്റ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്തല്ലേ അതൊക്കെ അങ്ങനെ? ഇപ്പം ജനമൈത്രി അല്ല കേട്ടാ, ഒളിക്യാമറയാണ്. ഇപ്പം പണ്ടായിരുന്നു മറ്റേ ഒളിക്യാമറ, ഇതൊരു ഹോട്ടല് കുളിമുറി അങ്ങനെയൊക്കെ പറഞ്ഞ ഒളിക്യാമറ എന്നാ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ AI ക്യാമറയും ബാക്കിയൊന്നുമല്ല. നമ്മളിപ്പോൾ എവിടെയെങ്കിലും വണ്ടിയൊക്കെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിലേ ചിലപ്പോൾ അവിടെ പാർക്കിംഗ് ചെയ്യാൻ പാടില്ല എന്നുള്ള ബോർഡൊന്നും കാണത്തില്ല. പിന്നെ നമുക്ക് ഒരുവിധം നല്ല രീതിക്ക് ഒതുക്കിയായിരിക്കും ഇട്ട് പോകുന്നത്. ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ കിംസ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തിൻ്റെ അവിടെ അറിയാമല്ലോ നിങ്ങൾക്ക്, ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അവിടെ കുറേ വരുന്ന വണ്ടികൾ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ നല്ല, അതായത് വേറെ പബ്ലിക്കായിട്ടുള്ള വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, അവിടെ നോ പാർക്കിംഗ് ബോർഡ് പോലും വെച്ചിട്ടില്ല. വണ്ടികളൊക്കെ നല്ല രീതിക്ക് ഒതുക്കിയാണ് ഫുള്ളും വെച്ചിട്ടുള്ളത്. ഒരു ട്രാഫിക് പോലീസുകാരൻ വന്നിട്ട് അവിടെ എനിക്ക് തോന്നുന്നു ഒരു 10-20 വണ്ടികളെങ്കിലും കാണും, കാറുകളും ബൈക്കുകളും എല്ലാം കൂടെ നിരത്തി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ്? അടുത്ത പെറ്റിക്കുള്ള വരവാണ് അത്രയും സാധനങ്ങൾ. എനിക്കിപ്പോൾ ഈ ഇടയ്ക്ക് വേറെയും സംഭവം ഉണ്ടായി. ഞാൻ അവിടെ കരമന ജ്യൂസ് കുടിക്കാൻ വേണ്ടി വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ SBI ബാങ്ക് ഉണ്ട്. SBI ബാങ്കിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർക്ക് ചെയ്തിട്ട് വന്നപ്പം ജ്യൂസ് കുടിക്കാൻ ഞാനും വൈഫും കൂടെ ഇറങ്ങിയതാണ്. 40 രൂപയാണ് ജ്യൂസ് കുടിച്ച് വന്ന് വീട്ടിലോട്ട് പൊക്കോണ്ട് വന്ന് നോക്കി 80 രൂപ മെസ്സേജ് വന്ന് നോക്കിയപ്പോഴും 280 രൂപ പബ്ലിക് റോഡിൽ എന്താ പാർക്ക് ചെയ്തെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഇതുപോലെ ദിശാബോധകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈനൊക്കെ വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പം ബൈ, ഇത്രയേ ഉള്ളൂ. തെറ്റാ.